ഹലോ, ഇന്ന് രാവിലെ തന്നെ ഒരു യാത്രയാണ്. ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ബസ്സിലാണ് പോയത്. ബസ്സിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ എനിക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ആ സീറ്റിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന അടുത്ത് ഒരു സീറ്റിൽ ഒരാളിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വീഡിയോ കാണിക്കാൻ പറ്റില്ലല്ലോ. എനിക്കതൊരു സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി. കാരണം സംസാരിക്കാൻ പറ്റാത്തൊരു ചേച്ചിയായിരുന്നു. അവർ പിന്നെ ഫോണെടുത്ത് വീഡിയോ കോൾ ചെയ്യുകയും വീഡിയോ കോൾ ചെയ്തിട്ട് അതിൽ അവരുടെ ഭാഷയിൽ അവർ കൈകൊണ്ട് കളിക്കുന്നതെല്ലാം കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. എല്ലാവരും വീഡിയോ കോൾ ചെയ്യുക, കുറേ ആൾക്കാരെ വീഡിയോ കോൾ ചെയ്യുന്ന അവരും അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മെസ്സേജ് അയക്കുന്നു ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് അവർ മെസ്സേജ് അയക്കുന്നു. അതൊക്കെ കണ്ടുനോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം, അവരോടൊരു ഇഷ്ടവും തോന്നി. അങ്ങനെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ എത്താൻ നേരമായി. എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടണം, അവരായിട്ടൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എനിക്കെന്തോ ഒരു ഇഷ്ടം, എന്താണെന്നറിയില്ല, അവരോട് എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നി. പക്ഷേ അവർ കൊയിലാണ്ടി സ്റ്റാൻഡിലാണ് ഇറങ്ങിയത്. എനിക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഇറങ്ങേണ്ടിയാന്ന്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഞാൻ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ നനഞ്ഞ് ഞാൻ വരി അന്വേഷിച്ച് പോവുകയാണ്. അവിടുത്തെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി ക്ലീൻ ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട്. അപ്പം വരീൻ്റെ അവസ്ഥ കണ്ടാൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. വരിയുടെ അവസ്ഥ അങ്ങ് എത്തേണ്ട സ്ഥലത്ത് എത്തിക്ക് വരി. 7 മണിക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിനും എത്തിയവരൊക്കെ ഉണ്ട് അവിടെ. അപ്പം വരി ഞാൻ കാണിച്ചു തരാം. വരി കണ്ടാൽ തന്നെ നിങ്ങൾ വിചാരിക്കും എന്താ ഇത്, അത്രയ്ക്കും വരിയാണ് അവിടെ ഇന്ന്. ഇതാ കണ്ടോ, ഞാൻ വരീൻ്റെ ഏറ്റവും അവസാനം പോയി നിന്ന്. നല്ലത് ചൊറഞ്ഞ് 3-5 വരിയുണ്ട്. അപ്പം വരീൻ്റെ ലാസ്റ്റ് പോയി ഞാൻ നിന്ന്. പിന്നെ കുറേ നേരം അവിടെ നിന്ന് ടോക്കൺ കിട്ടുന്നവരെ വരിക്ക് നിന്ന്. അത് കഴിഞ്ഞ് എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ടതിനെ. അപ്പോൾ ഇതേ വരി കണ്ടോ, വരി 3 വരി ഉണ്ട് അവിടെ. ഒന്ന് ഷീറ്റ് എടുക്കുന്ന വരി. അപ്പോൾ അത് ടോക്കണെല്ലാം കിട്ടി. ഞാൻ ഇതേ ചായ കുടിക്കുക. ഇപ്പം ഡെങ്കി വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പം ചായ കുടിക്കാൻ പോയി. ചായക്ക് നോക്കുമ്പോൾ ഭയങ്കര മധുരം. അപ്പം ചായ കുടിയെല്ലാം കഴിഞ്ഞ് ടോക്കൺ വിളിക്കുന്നതും കാത്തിങ്ങനെ ഇരിക്കുക. കുറേ നല്ലോണം വൈക്കുണ്ട്. എൻ്റെ ടോക്കൺ നമ്പർ 12 അപ്പോൾ കണ്ടോ, അതാ അവിടെ ഉണ്ട് ഒരു ബോർഡ് കണ്ടോ, അതാ കറുത്ത. ആ ചേട്ടൻ എണീച്ച് അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ആ കറുത്ത ബോർഡ് കത്തുന്നവരെ ഞാൻ നോക്കിയിരിക്കുക, നമ്പർ വരുന്നവരെ. അങ്ങനെ കാണിക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കുറച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ബസ് കയറി വീട്ടിലേക്ക് വരികയാണ്. അപ്പം ബാക്കി വരും നാളെ പറയാം. ഓക്കെ, ബൈ, സീ യു.